എന്നാ പിന്നെ ചായ കുടിച്ചാലോ? കുറേ സമയം എടുത്ത് വെച്ചിട്ട് തണുത്തിട്ടുണ്ടാവും. ആ കുടിക്കാം. അച്ഛാ, മാധവേട്ടൻ വിളിക്കുന്നുണ്ട്. ഇന്ന് കാണാൻ വേണ്ടി വന്നില്ലേ? അതിൻ്റെ തീരുമാനം എന്താണെന്ന് ചോദിക്കാൻ വേണ്ടി വിളിക്കുകയായിരിക്കും. ഞാൻ എന്താ പറയേണ്ടത്? സംസാരിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല അച്ഛാ. എന്നാൽ പിന്നെ ഞാൻ ഓക്കെ പറയട്ടെ. അത് വേണ്ട അച്ഛാ, എന്തായാലും ഇവിടുത്തെ ആൾ തന്നെയല്ലേ. ഞാൻ 1-2 തവണ കണ്ട് സംസാരിച്ചിട്ട് ഒരു തീരുമാനം പറയാം. അത് മോളുടെ ഇഷ്ടം. ഞാൻ അവനെ ഒരുപാട് കാലമായിട്ട് അറിയുന്നത്. നല്ല പയ്യനാ, ഒരു ദുശീലവും ഇല്ല. അവൻ നന്നായി കുടുംബം നോക്കും. എന്തായാലും അച്ഛൻ മാധവേട്ടനെ വിളിച്ചിട്ടേ 2 ദിവസത്തിനുള്ളിൽ വിവരം തരാമെന്നൊന്നും പറയച്ചാ. എന്നാൽ പിന്നെ ഞാൻ വിളിക്കാനൊന്നും നിൽക്കുന്നില്ല. ഞാൻ നേരിട്ട് പോയി സംസാരിക്കുക. മാധവേട്ടൻ എന്തായാലും വീട്ടിൽ കാണും. എന്നാൽ ശരി. അല്ലേടാ, നീ ഇതെങ്ങോട്ടാ? വർക്ക്ഷോപ്പിൽ പോകുന്നില്ലേ? ഇല്ല മാം, ദേവി ഒന്ന് കാണണം പറഞ്ഞേ. ഞാനൊന്ന് അങ്ങോട്ട് പോവാ. കാണണെന്നാ? ഇന്നലെയല്ലേ നീ പോയിട്ട് പെണ്ണ് കണ്ടിട്ട് വന്നത്? ഇനിയിപ്പോ എന്ത് കാണാനാ? അതല്ല മേ, ഇന്നലെ പെണ്ണ് കാണാൻ പോയിട്ട് കുറച്ച് നേരമല്ലേ സംസാരിച്ചുള്ളൂ. അല്ലെങ്കിൽ ആ ഒരു സമയം കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം മനസ്സിലാക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ 2-3 ദിവസം കൂടി ഞങ്ങളൊന്ന് സംസാരിച്ചിട്ടൊരു തീരുമാനം പറയാന്നേ അമ്മ അവനോട് അവൻ്റെ വീട്ടുകാർ പറഞ്ഞയച്ചിരിക്കുന്നു. അല്ലെങ്കിൽ അതല്ലേ ശരി. ഇപ്പോൾ രാവിലെ അവിടെ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഒന്ന് കാണാൻ പറ്റുമെന്നേ. ഞാൻ ജസ്റ്റ് ഒന്ന് പോയി കണ്ടിട്ട് വരാം. ഓ, എന്താ പെണ്ണിന്റെ ഒരു വിചാരം! അവളുടെ ആ ദരിദ്രവാസി കുടുംബത്തിന് ഇത്രയും വലിയൊരു തറവാട്ടുന്നൊരു ആലോചന സ്വപ്നം കാണാൻ പറ്റുമോ? എന്നിട്ട് അവൾക്ക് സംസാരിക്കണത്രേ. ആ കൃഷ്ണന്റെ മോളെന്നത്. നീ ഒരു കാര്യം ചെയ്യ്, സംസാരിക്കാനൊന്നുമില്ല, അവളുടെ വീട്ടിൽ തന്നെ ഇരിക്കാൻ പറ. നമുക്ക് എന്തായാലും ഈ ബന്ധം വേണ്ട മോനെ. എന്തും ഇങ്ങനെ പറയുന്നത്? പെൺകുട്ടികളുടെ ജീവിതമല്ലേ. അല്ലെങ്കിൽ കുറച്ച് നേരം കണ്ടു പറഞ്ഞിട്ട് എന്ത് തീരുമാനം എടുക്കാനാ? ആ കുട്ടി കല്യാണം കഴിഞ്ഞിട്ട് എൻ്റെ കൂടെ വന്നിട്ട് ഈ വീട്ടിൽ വന്നിരിക്കണ്ടല്ലേ? അല്ലെങ്കിൽ കുറച്ച് സംസാരിച്ച് പറഞ്ഞിട്ട് എന്താണ് സംഭവിക്കാൻ പോകുന്നത്? 10-30 അവിടെ പെണ്ണ് കാണാൻ പോയതല്ലേ. ആർക്കെങ്കിലും നമ്മൾ ഇഷ്ടപ്പെട്ടോ? എല്ലാവരും എൻ്റെ ജോലി പുച്ഛത്തോടെയല്ലേ കണ്ടിരിക്കുന്നുള്ളൂ. ഇതൊരു പാവമാണമ്മേ. എനിക്ക് സംസാരിച്ചപ്പോൾ അങ്ങനെ തോന്നിയത്. എന്ത് പാവം? പാവമുള്ള പെണ്ണ് ഇങ്ങനത്തെ ഡിമാൻഡ് പറയോ? ഇഷ്ടമാണെങ്കിൽ ആണ്, അല്ലെങ്കിൽ അല്ല. അങ്ങനത്തെ ഒരു വാക്ക് പോരെ. ഇപ്പൊ അവൾക്ക് കണ്ട് സംസാരിക്കാൻ മാത്രം എന്താ ഉള്ളത്? ഇതേ നമ്മൾ വിചാരിച്ച പോലത്തെ പെണ്ണൊന്നും അല്ല. ഇതിനൊക്കെ കുടുംബത്തിൽ കയറ്റിയിട്ടുണ്ടെങ്കിൽ പറയണ്ട മോനെ. അങ്ങനെയൊന്നും ഉണ്ടാവില്ലമ്മേ. എന്തായാലും ഞാനൊന്ന് കണ്ട് സംസാരിച്ചു തരാം, എന്നിട്ട് തീരുമാനം എടുക്കാമല്ലോ. എന്തോ ഞാൻ പറയാനുള്ളത് പറഞ്ഞു, ബാക്കി നിന്റെ ഇഷ്ടം പോലെ ചെയ്യേ. അല്ല, അപ്പൊ ഇതിന്റെ പേരിൽ ഇനി ഇന്ന് മുഴുവൻ ലീവാക്കാനാ? ഇല്ലമ്മേ, ലീവാക്കൊന്നുമില്ല. ഇപ്പൊ ഇത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ വർഷാപ്പിക്ക് വരും. ആ, എന്നാ പിന്നെ വരുമ്പോ കുറച്ച് പച്ചക്കറി വാങ്ങിച്ചോ, എല്ലാം തീർന്നിരിക്കുക. ആ അമ്മേ. പിന്നെ ഗീതു എപ്പോഴാണ് വരിക? അവള് രാവിലത്തെ ചായ കുടിച്ചിട്ട് ഇറങ്ങാന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞ് എത്തുമായിരിക്കും. എന്നാ പിന്നെ നീ പൊയ്ക്കോ. അമ്മ, ആ മോളെത്തിയോ? ഡ്രൈവർ വരാൻ ലേറ്റായി, അതാ വൈകിയത്. അല്ല അമ്മ, വിനോദേട്ടൻ എവിടെ? നേരത്തെ പോയോ? അവനിന്ന് വർക്ക്ഷോപ്പിൽ ഉച്ചയ്ക്ക് ശേഷമാണ് അത്ര കയറുന്നത്. ആ പെണ്ണിനെ കാണാൻ വേണ്ടി പോയിരിക്കണോ? ആ എന്നെ ആ ദേവികനെയോ? ഓ, അതിനെ തന്നെ. ഇന്നലെ പെണ്ണ് കാണാൻ പോയിട്ട് കുറച്ച് നേരം സംസാരിച്ചൊന്നും ആൾക്ക് പോരത്രേ. അവനിനെ കണ്ട് മനസ്സിലാക്കി 3-4 തവണ സംസാരിച്ച് സ്വഭാവവും ചരിത്രമൊക്കെ മനസ്സിലാക്കിയിട്ടാണ് അത്ര ഒരു തീരുമാനം പറയുള്ളൂ. അമ്മാവനെ വിളിച്ച് പറഞ്ഞിരിക്കണു. അവനത് കേട്ട പാതി കേൾക്കാത്ത പാതി ആ പെണ്ണിന്റെ പുറകെ പോയിരിക്കുക. എന്താ അല്ലേ അമ്മ എന്താ പറഞ്ഞത്? അവളിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ എല്ലാ പണിയും ചെയ്ത് അടിമനെ പോലെ നിർത്താന്നല്ലേ? എനിക്ക് തോന്നുന്നില്ല. അവളുടെ സ്വഭാവം വെച്ചിട്ടേ അവള് നമ്മളെ ഭരിക്കാൻ നിൽക്കും. പിന്നെ അവളോടത്തെ രാജകുമാരിയായിട്ട് വാഴാൻ വരികയല്ലേ. മോൾക്ക് എൻ്റെ സ്വഭാവം ശരിക്കും അറിയാനിട്ടാ. മോളൊരു പാവമായതുകൊണ്ടാ അമ്മ ഇത്രയും സ്നേഹത്തോടെ നിൽക്കുന്നത്. അവളായിട്ട് ഈ വീട്ടിലേക്ക് വന്നിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, അതിനെ വരച്ച വരയിൽ ഞാൻ നിർത്തിക്കും. അതിനിപ്പോൾ അവള് തീരുമാനമൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഇനിയിപ്പോൾ വേണ്ടാന്ന് വെക്കോ അതോ ഇങ്ങോട്ട് തന്നെ മരുമകളായിട്ട് കയറി വരുമോ അമ്മ? പിന്നെ അവള് വേണ്ടാന്ന് പറയും തോന്നുന്നുണ്ടാ? ഇതുപോലത്തെ ഒരു തറവാട്ടുന്നൊരു ബന്ധുവേ അവൾക്ക് സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ പറ്റുമോ?
അവൾ ഇങ്ങോട്ടേക്ക് എന്നെ കയറി വരും, നോക്കിക്കോ. എന്നാലും ഈ വിനോദേട്ടന് എന്താ പറ്റിയത്? ഇത്രയും അവിടെ പെണ്ണ് കാണാൻ പോയിട്ട് ആരുടെ അവനെ മര്യാദയ്ക്ക് സംസാരിച്ചിട്ടൊന്നുമില്ലല്ലോ. ഇതിപ്പോ ഇന്നലെ പെണ്ണ് കാണാൻ പോണു, അവള് വിളിക്കുമ്പോഴേക്കും എന്താ ഒന്നുകൂടി കാണാൻ പോണു. എന്താ അമ്മ, വിനോദേട്ടന് എന്തെങ്കിലും മാറ്റമുണ്ടോ? ചെറിയൊരു മാറ്റമൊക്കെ അവനുണ്ട്. പെണ്ണ് പാവമാണോ പറഞ്ഞിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയുന്നുണ്ടേ. എന്തായാലും പോയി സംസാരിച്ചിട്ട് വരട്ടെ, ബാക്കി കാര്യങ്ങളൊക്കെ നൈസായിട്ട് ചോദിച്ച് മനസ്സിലാക്കണം. പിന്നെ അമ്മ, എന്താ ഈ സാരി എങ്ങനെയുണ്ട് നോക്ക്, കളർ ഇഷ്ടമായോ? എന്തിനാ മോളെ ഇതൊക്കെ? ഒന്നുമില്ല, ഇന്നലെ മമ്മീൻ്റെ കൂടെ ഷോപ്പിങ്ങിന് പോയപ്പോഴേ മമ്മി കുറേ ഡ്രസ്സൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അമ്മ പിന്നെ ചുരിദാറൊന്നും ഇടില്ലല്ലോ, അപ്പോൾ അമ്മയ്ക്ക് വേണ്ടി സാരി എടുത്തതാ. എന്തിനാ മോളെ, ഇപ്പൊ തന്നെ എത്ര സാരിയായി, പോകുമ്പോൾ കുറേ എണ്ണം അങ്ങനെ എടുത്തിട്ട് വരും. അമ്മ ഇനി എവിടെ പോകുമ്പോൾ ഇടാനാ? എല്ലാതാ അലമാറി തന്നെ കിടക്കണോ? അത് സാരില്ല, എനിക്ക് അമ്മന് അത്ര ഇഷ്ടമുള്ളത് കൊണ്ടല്ലേ ഞാൻ ഓരോന്നൊക്കെ വാങ്ങിച്ചു തരുന്നത്. അതെനിക്ക് അറിയാലോ മോളെ, വെറുതെ ഇങ്ങനെ പൈസ ചെലവാക്കണ്ടാവേണ്ട അമ്മ പറഞ്ഞല്ലേ. ഒന്ന് പോമാ, സാരിക്കൊക്കെ ഇപ്പം അത്രയും വിലയല്ലേ. അമ്മ ഇതൊന്ന് എടുത്തു വെച്ചേ. ഓ, മനുവായിട്ടും വിളിക്കുന്നുണ്ട്, ഞാൻ ഒന്ന് സംസാരിച്ചിട്ട് വരാം. എന്ത് നല്ല മോളാ, പൈസൻ്റെ ഒരു അഹങ്കാരമോ കുട്ടിക്കില്ല. എൻ്റെ മനുമോൻ്റെ ഭാഗ്യം. എടാ, താൻ വീടെത്തിയോ? ആ മനുവേട്ടാ, ഇപ്പം എത്തിയുള്ളൂ. എന്തേ? അല്ല, അവിടുത്തെ വിശേഷം എന്താ? ഏട്ടൻ പെണ്ണ് കാണാൻ പോയോ? ആ, അത് ഞാൻ പറഞ്ഞില്ല അല്ലേ, ഏട്ടൻ ഇന്നലെ പെണ്ണ് കാണാൻ പോയിട്ടുണ്ടായിരുന്നു. എന്താ ഇപ്പം ഒന്നുകൂടി അവൾ വിളിച്ചു കൊണ്ടിട്ട് കാണാൻ പോയിരിക്കുക. അപ്പോൾ അവർ ഓക്കെ പറഞ്ഞോ? ഓക്കെ പറഞ്ഞിട്ടൊന്നുമില്ല. അവൾക്ക് 2-3 തവണ ഏട്ടനൊന്ന് കണ്ട് എല്ലാം മനസ്സിലാക്കണത്രേ, എന്നിട്ടൊക്കെ ഒരു വിവരം പറയുള്ളൂ എന്നാ പറഞ്ഞിരിക്കണേ. എന്താ അല്ലേ? ആ, അപ്പം ആള് കൊള്ളാലോ. പിന്നെ എൻ്റെ കമ്പനിയിൽ ഒരു വേക്കൻസി വന്നിട്ടുണ്ട്, ഞാൻ ഏട്ടൻ ഇങ്ങോട്ട് കൊണ്ടുവന്നാലോ എന്നൊന്ന് ആലോചിക്കുക. മനുവേട്ടന് ഇത് എന്തിൻ്റെ കേടാ? പപ്പ അത്രയും റിസ്ക് എടുത്തിട്ടല്ലേ മനുവേട്ടൻ അവിടെ ഒരു കമ്പനിയിലാക്കി തന്നത്. ഇതിപ്പം ഏട്ടനെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിലേ നാണം കിടന്ന് നമ്മളായിരിക്കും. അല്ല, ഞാനും ജിഎമ്മും തമ്മിൽ നല്ല കമ്പനിയിലാണല്ലോ, അപ്പോൾ അതുകൊണ്ട് വേക്കൻസി വന്നപ്പോൾ നാട്ടിൽ നിന്ന് ആരെങ്കിലും ഉണ്ടെങ്കിൽ കൊണ്ടുവന്നു പറഞ്ഞു. അല്ലെങ്കിൽ വേറെ ആരെങ്കിലും നോക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിന് ഏട്ടനെ തന്നെ കൊണ്ടുപോകണമെന്നുണ്ടോ? ഏട്ടനിപ്പം വർക്ക്ഷോപ്പിലൂടെ പണിയില്ലേ, അതേ ധാരാളമാണ്. രാവിലെ പോയിട്ട് വൈകുന്നേരം കിട്ടുന്ന ശമ്പളം മുഴുവൻ അമ്മൻ്റെ കൊണ്ട് കൊടുക്കുന്നുണ്ട്. വീട്ടിലെ കാര്യങ്ങളും മര്യാദയ്ക്ക് കഴിഞ്ഞിട്ട് പോണത്. ഇനിയിപ്പം മനുവേട്ടൻ അവിടെയായിട്ട് ജോലിയാക്കി കൊടുത്തിട്ടുണ്ടെങ്കിലേ നല്ല ശമ്പളവും കാര്യങ്ങളായ ഏട്ടൻ്റെ സ്വഭാവം മാറുന്ന എനിക്ക് തോന്നുന്നത്. ഇതാകുമ്പോൾ പിന്നെ നമുക്ക് റിസ്ക് ഇല്ലല്ലോ. ഓ, അപ്പം പിന്നെ ഞാൻ എന്താ ചെയ്യുക? വേറെ ആരെങ്കിലും നോക്കാമല്ലേ? വേറെ ഇപ്പം ആരെ നോക്കാനാ? എൻ്റെ കസിനില്ലേ കിരൺ, അവനിപ്പം എൻജിനീയറിങ് കഴിഞ്ഞ് നിൽക്കുക, വർക്കൊന്നും റെഡി ആയിട്ടില്ല അത്രേ. അവൻ നോക്കിക്കൊണ്ടിരിക്കുക. അവനോടൊരു കാര്യം ചെയ്യ്, അവനെ ഹയർ ചെയ്ത് നോക്ക്. അവനാണെങ്കിൽ ഇംഗ്ലീഷും ഹിന്ദിയൊക്കെ നല്ല വശമുണ്ടല്ലോ, നമുക്ക് മോശമൊന്നും വരില്ല. ആ, എന്നാൽ പിന്നെ അവൻ്റെ CV ഒന്ന് എനിക്കൊന്ന് മെയിൽ ചെയ്യാൻ പറയും. പിന്നെ വീട്ടിൽ പോയിട്ട് എന്തൊക്കെയുണ്ട് വിശേഷം? പപ്പയും അമ്മയ്ക്ക് സുഖമല്ലേ? അവർ സുഖമായിരിക്കണോ? അല്ല, ഇനി മനോട്ടൻ എന്നാ ലീവ്? എനിക്ക് 2 മാസം കഴിഞ്ഞിട്ടാണ്. അതിനിടയ്ക്ക് ഏട്ടൻ്റെ കല്യാണം അടുത്ത മാസം ഉണ്ടാവും തോന്നുന്നു അല്ലേ? ആ, അത് മിക്കവാറും അടുത്ത് തന്നെ ഉണ്ടാവുന്നെന്ന് തോന്നണത്. ആ ഒരു പോക്ക അപ്പോൾ. ആ, എന്നാൽ പിന്നെ ഞാൻ അതിനനുസരിച്ച് വരാം. അല്ല, അമ്മ എവിടെ? ആ, അമ്മയൊക്കെ അവിടെ ഉണ്ട്, കിടക്കുക തോന്നണം. ഞാൻ പറയാം വിവരങ്ങൾ. ശരി, വെച്ചോ. അമ്മ എത്ര എപ്പോൾ വിളിച്ചാലും സംസാരിക്കണം തള്ളൻ്റെ അടുത്ത്. ഞാൻ കാണണമെന്ന് പറഞ്ഞത് ബുദ്ധിമുട്ടായോ? ഏയ് ഇല്ല, ബുദ്ധിമുട്ടൊന്നും ആയിട്ടില്ല. വർക്ക്ഷോപ്പിൽ ഉച്ചവരെ ലീവ് പറഞ്ഞതാ, ഇത് കഴിഞ്ഞിട്ട് നേരെ അങ്ങോട്ട് പോകണം. ആ, ഇന്ന് വെള്ളിയാഴ്ച അല്ലേ, എനിക്ക് ക്ലാസ് ഇല്ല. ചൊവ്വയും വ്യാഴവും ശനിയും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒന്ന് ജസ്റ്റ് കണ്ട് സംസാരിക്കാമല്ലോ എന്ന് കരുതി വിളിച്ചതാ. അല്ല, അപ്പോൾ അക്ഷയല്ല എപ്പോഴാ? അത് ഈവനിങ്ങാ, 3:30 തൊട്ട് 6:30 വരെ. ആ, പിന്നെ എന്നെക്കുറിച്ച് എന്താ അറിയാനുള്ളത് ചോദിച്ചോളൂ. അതൊന്നുമില്ല കേട്ടോ, പെണ്ണാണാൻ വന്ന സമയത്ത് കുറച്ച് നേരമുള്ള സംസാരിച്ചല്ലോ. അപ്പോൾ നമുക്ക് അധികമൊന്നും ഒരാളെ പറ്റി മനസ്സിലാക്കാൻ പറ്റില്ല. ഇപ്പം ഇങ്ങനെ ഇടയ്ക്ക് കണ്ട് സംസാരിക്കുമ്പോഴേ വേറെ ഒന്നും വിചാരിക്കരുത് കേട്ടോ. എനിക്ക് ഇങ്ങനെ കുടുംബക്കാരൊന്നും അധികമില്ല. അപ്പോൾ ചെക്കൻ്റെ വീടും വീട്ടുകാരെ കുറിച്ച് അന്വേഷിക്കാനൊന്നും അങ്ങനെ ഇല്ല. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ വിളിപ്പിച്ചത്. അല്ല, അത് നല്ല കാര്യം കേട്ടോ. അല്ലെങ്കിൽ കെട്ടാൻ പോകുന്ന ചെക്കനെ കുറിച്ച് ബന്ധുക്കാരോ നാട്ടുകാരോ വീട്ടുകാരോ മനസ്സിലാക്കുന്നതിനേക്കാളും നേരിട്ട് വന്ന് മനസ്സിലാക്കുന്നതല്ലേ നല്ലത്. തന്നെ ഈ ബോൾനെസ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ.
പിന്നെ അനിയനോടൊക്കെ വിളിച്ച് പറഞ്ഞോ പെണ്ണാണാൻ വന്നു എന്നുള്ളതൊക്കെ? വീട്ടുകാര് എന്താ പറഞ്ഞത്? വീട്ടുകാരെ പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ ഒരേ നാട്ടുകാരാണല്ലോ, തന്നെ അവര് നേരിട്ട് കണ്ടിട്ടില്ല തോന്നുന്നു. പക്ഷെ അച്ഛനൊക്കെ അമ്മയ്ക്ക് നല്ല പരിചയമുണ്ട് കേട്ടോ. എന്നാ പിന്നെ ഞാൻ വീട്ടിലേക്ക് വരട്ടെ? അങ്ങനെയാണെങ്കിൽ പരസ്പരം എല്ലാവർക്കും ഒന്ന് കാണാമല്ലോ. അയ്യോ അതൊന്നും വേണ്ട. അതിനിപ്പോൾ എന്താ, അവര് പെണ്ണ് കാണാൻ അങ്ങോട്ട് വന്നില്ലല്ലോ, അപ്പം ഞാൻ അങ്ങോട്ട് കണ്ട് അവരൊക്കെ ഒന്ന് പരിചയപ്പെടണം, അത്രേ ഉള്ളൂ. അല്ലെങ്കിലും ഇതൊക്കെ എല്ലാവരും നടക്കുന്നത് തന്നെയല്ലേ. എന്നാ വന്നോ? അല്ല, എങ്ങനെ ഇപ്പോൾ വന്നത്? എൻ്റെ ബൈക്കിന് ചെറിയൊരു കംപ്ലൈൻറ്റ് വർക്ക്ഷോപ്പിലാണ്. ഇപ്പം അവിടെ നിന്ന് ഒരു പയം കൊണ്ട് വിട്ടതാ. ഞാനൊരു ഓട്ടോറിക്ഷ വിളിക്കാം. നീ എന്താ അവിടെ? അതമ്മേ, ദേവിക്ക് നമ്മുടെ വീടും നമ്മളെയൊക്കെ കാണണമെന്ന് പറഞ്ഞേ, അപ്പം പിന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടെന്താ? അതിന് കല്യാണത്തിന് മുമ്പ് ഇങ്ങനെ ചെക്കൻ്റെ വീട്ടിൽ കയറി വരില്ലെന്ന് നിനക്ക് അറിയുന്നതല്ലേ? അല്ലെങ്കിലും നിങ്ങൾ തമ്മിലൊന്നും പറഞ്ഞുറപ്പിച്ചിട്ടൊന്നുമില്ലല്ലോ, പിന്നെ ഇവിടെ എന്ത് കാണാൻ വന്നാടാ? അയ്യോ അമ്മ, അന്ന് പെണ്ണാണാൻ വന്ന സമയത്ത് നിങ്ങൾ ആരും വന്നില്ലല്ലോ, അപ്പോൾ ജസ്റ്റ് വീടും നിങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടാന്ന് കരുതി വന്നതാ. നീ എന്താടാ ഈ പേരും പറഞ്ഞ് മുഴുവൻ ലീവാക്കിയാ? ഒരു ദിവസം ലീവായിട്ടുണ്ടെങ്കിലേ 2000-2500 രൂപയാണ് പോകുന്നത്, അതറിയില്ലേ? ഇല്ലമ്മേ, ഞാൻ ലീവാക്കിയിട്ടൊന്നുമില്ല. ഇപ്പം 12:30 ഭക്ഷണം കഴിച്ചിട്ട് ഉച്ചയ്ക്ക് ശേഷം കയറാൻ കേട്ടാ. എന്നാൽ പിന്നെ നീ സമയം കളയണ്ടേ, വേഗം വർക്ക്ഷോപ്പിൽ കയറാൻ നോക്ക്. നീ എന്ത് നോക്കി നിൽക്കുക, വീട്ടിൽ പോകാൻ നോക്ക് പെണ്ണേ. ആ അമ്മ, ദേവിയ നമുക്ക് പോയാലോ? എടി കൊച്ചേ, കല്യാണത്തിന് മുമ്പ് ഇങ്ങനെ വരാൻ പറ്റില്ലെന്നൊന്നും നിനക്ക് അറിയുന്നല്ലേ, പിന്നെ നീ എന്തിനു വന്നതാ? അമ്മേ, വീട്ടിൽ വന്ന ഒരാളോട് ഇങ്ങനെയൊക്കെയാ സംസാരിക്കുക? ഒന്നും മിണ്ടാതിരിക്കടാ. അവൾക്ക് വിവരമില്ലെങ്കിലേ നിനക്കത് പറഞ്ഞ് മനസ്സിലാക്കാനുള്ള ബോധം വേണ്ടേ? പെണ്ണ് പറയുമ്പോഴത്തേക്ക് അതിനെയും കൂട്ടിയിട്ട് ഇങ്ങനെ വീട് കയറി വന്നാലോ? പിന്നെ ഇന്ന് വെള്ളിയാഴ്ച അല്ലേ, എനിക്ക് കുറിൻ്റെ പൈസ കൊടുക്കാനുണ്ട്. നീ വരുന്ന സമയത്ത് 1500 രൂപ വായനശാലയിൽ കൊടുത്തിട്ട് വാ. അമ്മേന്ന് ഉച്ചയ്ക്ക് ശേഷമല്ലേ കയറിയാൽ, ചിലപ്പോൾ 1500 കിട്ടണമെന്നുണ്ടാവില്ല. അപ്പം പൈസ ഉണ്ടെങ്കിൽ ഒന്ന് എടുത്തു തരുമോ? എൻ്റെ കയ്യിൽ എവിടെ നിന്ന് ഉണ്ടാവാനാ? നീ ദിവസം തരുന്ന പൈസയൊക്കെ കുടുംബത്തിലെ ഓരോ ആവശ്യത്തിന് വേണ്ടി ചിലവാക്കുക, അല്ലാണ്ട് ഞാൻ എൻ്റെ പേരിൽ എവിടെയും ഇട്ട് വെച്ചിട്ടൊന്നുമില്ല. തൽക്കാലം നീ ആരുടെത്തെങ്കിലും കടം വാങ്ങിച്ചിട്ടേ അടച്ചു കൊടുക്ക്. നാളെ പൈസ കിട്ടുമ്പോൾ അത് അവർക്ക് തിരിച്ചു കൊടുക്കാമല്ലോ. ആമാ, എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ, പോവോ? പിന്നെ രാവിലെ പറഞ്ഞില്ലേ പച്ചക്കറിയൊക്കെ തീർന്നിരിക്കാന്ന്, നീ പൈസ ഇല്ലാവിട്ട് വെറും കൈയോടെ വരണ്ട. അത് കുറച്ച് വാങ്ങിച്ചോ. ഗീതുമോളുടെ ഡ്രസ്സ് എന്തോ സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടത്രേ, അത് വൈകിട്ടേ കിട്ടുള്ളൂ, അതും കൂടി വാങ്ങിച്ചോ. അവളിപ്പോൾ എന്തോ ബ്യൂട്ടി പാർലറിലൂടെ പോയിരിക്കുക. ആമേ. അതെ, അമ്മ അങ്ങനെ പറഞ്ഞതിൽ ഒന്നും വിചാരിക്കരുത് കേട്ടോ. പഴയ ആൾക്കാരല്ലേ, പക്ഷെ അമ്മയൊരു പാവമാണ്. അത് സാരില്ല. പിന്നെ കിട്ടുന്ന പൈസ മുഴുവനും അമ്മൻ്റെ കയ്യിലാണോ കൊടുക്കാറുള്ളത്? ആ, ചെറുപ്പം മുതൽ പണിയെടുത്ത പൈസയൊക്കെ അമ്മൻ്റെ കയ്യിലാണ് കൊടുക്കാറുള്ളത്. എനിക്കെന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അമ്മ തരും. ആ, അപ്പം അനിയനും ഗൾഫിൽ നല്ല ജോലിയും സാലറി ഒക്കെ ഉണ്ടെന്നല്ലേ പറഞ്ഞത്, അവനൊന്നും അയച്ചു കൊടുക്കല്ലേ? കുടുംബത്തിൽ അത്രയല്ലേ ചിലവുള്ളൂ, അത് ഞാൻ നോക്കിക്കോളും. പിന്നെ അവൻ അയച്ചു കൊടുക്കണ്ടോ ഇല്ലയെന്നും ഇതുവരെയായിട്ട് ഞാൻ ചോദിച്ചിട്ടില്ല, അതെനിക്കറിയില്ല കേട്ടോ. അല്ല, എന്താ അങ്ങനെ ചോദിച്ചേ? ഏയ് ഒന്നുമില്ല, ഞാൻ വെറുതെ ചോദിച്ചതാ. എന്നാ പോയാലോ? ആ, വർക്ക്ഷോപ്പിൽ നിന്നാണ്. 8 മിനിറ്റ്. അജി പറടാ. ആണോ? ആ, അപ്പൊ ഇതാണ് ഇവിടുത്തെ അവസ്ഥ.
ആ പാവത്തിന് എല്ലാവരും കൂടി പറ്റിക്കുകയാണല്ലേ.